ഹായ്. 49ാമത് സംസ്ഥാന അവാർഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിച്ചത് ജോജുവിന് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുമെന്നാണ്. പക്ഷേ മികച്ച നടൻ ജോജു ആയില്ല. എങ്കിലും പ്രേക്ഷകർക്ക് വിഷമമൊന്നും വന്നില്ല. എപ്പോഴും സംസ്ഥാന അവാർഡിൽ നമ്മൾ ഏറെയും ശ്രദ്ധിക്കുന്നത് അഭിനേതാക്കളുടെ പേരുകൾ തന്നെയാണ്. കാരണം അവരാണ് സ്ക്രീനിൽ നമ്മൾ കാണുന്നത്, അവരാണ് നമ്മളോട് സംസാരിക്കുന്നത്. മികച്ച നടനുള്ള പുരസ്കാരം ജയസൂര്യയും സൗബിനും പങ്കിട്ടെടുക്കുകയാണ് ചെയ്തത്. ക്യാപ്റ്റനിലെ VP സത്യനെയും ഞാൻ മേരിക്കുട്ടിയിലെ മേരിക്കുട്ടിയെയും അവിസ്മരണീയമാക്കിയ ജയസൂര്യയും സുഡാനി ഫ്രം നൈജീരിയയിലെ മജീദിനെ മികവിലെത്തിച്ച സൗബിനും. ഏറ്റവും എക്സ്ട്രീമിൽ നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് മേരിക്കുട്ടിയും സത്യനും. സത്യൻ മലയാളികൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണെങ്കിൽ മേരിക്കുട്ടി വർത്തമാനത്തിൻ്റെ പ്രകാശമാണ്. സിനിമയ്ക്കൊപ്പം തന്നെ കഥാപാത്രങ്ങളും ആഘോഷിക്കപ്പെടുന്നു എന്ന് തന്നെ വലിയ കാര്യമാണ്. ഇതിനു മുന്നേ തന്നെ വളരെ ചലഞ്ചിങ് ആയ പല റോളുകളിലും ജയസൂര്യ എത്തി വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അപ്പോത്തിക്കരി, സൂസു, സുധി വാൽമീകം, ഇയോബിൻ്റെ പുസ്തകം, ലുക്കാ ചുപ്പി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ മികവുറ്റ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതുമാണ്. വൈകി കിട്ടിയ അംഗീകാരം എന്ന് ഒരുപാട് പേർ പറയുന്നതുകൊണ്ട് ആദ്യകാലത്തെ ചില സിനിമകൾ മാറ്റി നിർത്തിയാൽ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്ത നടൻ തന്നെയാണ് ജയസൂര്യ. ജയസൂര്യയുടെ പ്രകടനത്തെ ജൂറി വിലയിരുത്തിയത് ഇപ്രകാരമാണ്: അർപ്പണബോധവും അവിശ്രാന്ത യജ്ഞവും സമ്മേളിക്കുന്ന അഭിനയ ചാരുത. വളരെ വ്യത്യസ്തങ്ങളായ രണ്ട് റോളുകളിൽ സ്വാഭാവിക അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നു. പ്രശസ്തനായ ഒരു ഫുട്ബോൾ കളിക്കാരനെയും ഒരു ട്രാൻസ്ജെൻഡറിനെയും തികച്ചും വ്യത്യസ്തമായ ശരീരഭാഷയിൽ പകർത്തുന്ന അത്ഭുതാവഹമായ അഭിനയ പാടവം. അഭിനന്ദനങ്ങൾ ജയസൂര്യ. മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ടെടുത്തത് സൗബിനായിരുന്നു. അവിടെ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഒരു പരാതിയുണ്ട്, അത് ജോജു ആയിരുന്നെങ്കിൽ നല്ല ബെസ്റ്റ് ആയേനെന്ന്. ജോജുവിന് കിട്ടാത്തത് അത് പ്രകടനം മോശമായി എന്ന കാരണം കൊണ്ടായിരിക്കില്ല. ഒരുപക്ഷെ സൗബിൻ്റെ മജീദിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു വലിയ വേഷപ്പകർച്ച സിനിമയിലുടനീളം കാണാനില്ല. ഒരു മാസ്മരിക പ്രകടനത്തിലേക്ക് പോകുന്ന ഇമോഷണൽ സീനുകളില്ല. പക്ഷേ സൗബിൻ എന്നത് മാറ്റി മജീദാക്കി മാത്രം നിർത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വീട്ടിലും കളിക്കളത്തിലും സൗഹൃദത്തിലുമൊക്കെ മജീദ് എന്ന മനുഷ്യനെ ഒരു തരത്തിലും വേറൊരാളെ കരുതാൻ പോലും പറ്റാത്ത വിധം അടയാളപ്പെടുത്തിയിട്ടുണ്ട് സൗബിൻ. അതിനേക്കാൾ ഗംഭീരമായി അദ്ദേഹം കുമ്പളങ്ങി നൈറ്റ്സിലെ സജിയെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലത്തേക്കും മത്സരിക്കാൻ ഒരാളായി എന്നർത്ഥം. സൗബിൻ്റെ പ്രകടനത്തെക്കുറിച്ച് ജൂറി പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വാഭാവികതയുടെ നൈസർഗിക സൗന്ദര്യമാണ് സൗബിൻ ഷാഹിറിൻ്റെ അഭിനയ സവിശേഷത. ഫുട്ബോളിൽ ജീവിതം ദർശിക്കുന്ന ഒരു സാധാരണക്കാരൻ അപ്രതീക്ഷിതമായി ചെന്നുപെടുന്ന പ്രതിസന്ധികൾ തികച്ചും അനായാസമായി പ്രതിഫലിപ്പിക്കുന്ന അഭിനയ മികവിന് അഭിനന്ദനങ്ങൾ സൗബിൻ. മികച്ച നടിക്കുള്ള അവാർഡ് ഇത്തവണ നേടിയത് നിമിഷ സജയനാണ്. ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന ചിത്രത്തിലെ ഹന്ന എലിസബത്ത്, ചോല എന്ന ചിത്രത്തിലെ ജാനു എന്നീ കഥാപാത്രങ്ങളെയാണ് പരിഗണിച്ചതും. അതിൽ കുപ്രസിദ്ധ പയ്യൻ മാത്രമേ തിയേറ്റർ റിലീസ് ആയിട്ടുള്ളൂ. തൊണ്ടി മുതൽ ഇങ്ങോട്ടുള്ള ചുരുക്കം ചിത്രങ്ങളിലൂടെ തന്നെ നിമിഷ തൻ്റെ പ്രതിഭയെ മലയാളികൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സ്വാഭാവികമായ പ്രകടനത്തിലൂടെ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളെ നോക്കുകയാണെങ്കിൽ കുപ്രസിദ്ധ പയ്യനിലെ ഹന്ന ഒരു വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രം തന്നെയായിരുന്നു. അനായാസന ആ കഥാപാത്രത്തെ മികവിലെത്തിച്ചു എന്നതിൽ ഒരു തർക്കവുമില്ല. ചോല കണ്ടു കഴിയുമ്പോൾ ജാനുവിനെ കുറിച്ച് പറയാം. നിമിഷയുടെ പ്രകടനത്തെപ്പറ്റി ജൂറി വിലയിരുത്തിയത് ഇങ്ങനെയാണ്: പ്രതിപാദ്യത്തിലും പ്രതിപാദനത്തിലും ധ്രുവാന്തരം പുലർത്തുന്ന രണ്ട് ചിത്രങ്ങളിലെ വ്യത്യസ്ത കഥാപാത്രങ്ങളെ സമർത്ഥമായി അവതരിപ്പിച്ചതിന്, ഇരയാക്കപ്പെടുന്ന പെൺകുട്ടിയായും തുടക്കക്കാരിയുടെ പതർച്ചകളുള്ള ഒരു അഭിഭാഷകയുമായിട്ടുള്ള വേറിട്ട വേഷപ്പകർച്ചകൾ നിമിഷയെ ഈ പുരസ്കാരത്തിന് അർഹയാക്കുന്നു. അഭിനന്ദനങ്ങൾ നിമിഷ. മൂവി സ്ട്രീറ്റ് ഫിലിം അവാർഡ്സിൽ മികച്ച നടനുള്ള അവാർഡ് ജോജുവിനായിരുന്നു. അത് വാങ്ങിയ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഇക്കൊല്ലം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രണ്ട് പ്രകടനങ്ങളാണ് സൗബിൻ്റെയും ജയസൂര്യയുടെയും. അവരോടൊപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും മികച്ച സ്വഭാവ നടൻ എന്ന പേരിലേക്ക് ജോസഫിലെ കഥാപാത്രത്തെയും ചോലയിലെ കഥാപാത്രത്തെയും ചേർത്ത് വയ്ക്കുമ്പോൾ സന്തോഷം തന്നെയാണ്. ജോജുവിൻ്റെ പ്രകടനത്തെ ജൂറി വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: പരുക്കനും മനുഷ്യത്വഹീനനുമെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന ഒരു പോലീസ് ഓഫീസറുടെ യഥാർത്ഥ സ്വത്വം എന്താണെന്ന് വെളിപ്പെടുത്തുന്ന ജോസഫിലെ കഥാപാത്രവും സംരക്ഷക വേഷം ചമഞ്ഞ് ഇരയെ കീഴ്പ്പെടുത്തുന്ന ചോലയിലെ പുരുഷനും ജോജുവിനെ ഈ പുരസ്കാരത്തിന് അർഹനാക്കുന്നു. അഭിനന്ദനങ്ങൾ ജോജു ജോർജ്. നാടകമേഖലയിലെ വലിയ കൈമുതലുമായിട്ടാണ് അവർ സിനിമയിലേക്ക് വന്നത്. സുഡാനി ഫ്രം നൈജീരിയയിലെ ഉമ്മമാർ, സാവിത്രി ശ്രീധരനും സരസ ബാലുശ്ശേരിയും. ആ പ്രകടനങ്ങളെ വെല്ലുന്ന മറ്റൊന്ന് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല എന്നത് ഏതൊരു പ്രേക്ഷകനും അറിയാവുന്ന കാര്യമാണ്. എത്ര മനോഹരമായിട്ടാണ് സുഡാനിയിലെ ഇടങ്ങളെ അവർ സ്നേഹത്തിൻ്റെ ഊഷ്മളത കൊണ്ട് നിറച്ചു വെച്ചത്. വളരെ സന്തോഷം തോന്നിയ അവാർഡുകൾ. അവരുടെ പ്രകടനത്തെ വിലയിരുത്തി ജൂറി പറഞ്ഞത് ഇങ്ങനെയാണ്: സുദീർഘമായ അഭിനയ പാരമ്പര്യമുണ്ടെങ്കിലും വെള്ളിത്തിരയിൽ ആദ്യമായി മുഖം കാണിക്കുന്ന രണ്ട് അഭിനേത്രിമാരുടെ അയത്നലളിതമായ പ്രകടനം, സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ നാട്ടിൻപുറത്തെ ഉമ്മമാരുടെ ജീവിത തനിമയാർന്ന ഭാവാവിഷ്കാരത്തിന് രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. മികച്ച നടൻ എന്ന വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ അവസാനം വരെ ഉണ്ടായിരുന്നത് 4 പേരായിരുന്നു: സൗബിൻ, ജയസൂര്യ, ജോജു, ഫഹദ് ഫാസിൽ. 4 പേരും ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച വർഷം. മത്സരത്തിലൊടുവിൽ ജയസൂര്യയും സൗബിനും വന്നു. അപ്പോഴും മുൻതൂക്കം സൗബിന് തന്നെയായിരുന്നു. ജൂറിയിലെ വനിതാ അംഗം ജയസൂര്യയ്ക്ക് വേണ്ടി വാദിച്ചു. ഒടുവിൽ വോട്ടിംഗ് നടന്നപ്പോഴും സമാസമം. അങ്ങനെ അവർ രണ്ടുപേരും 49ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ടെടുത്തു. മികച്ച നടിയായി മത്സരിക്കാൻ അവസാന റൗണ്ടിൽ നിമിഷ സജയനും ഐശ്വര്യ ലക്ഷ്മിയുമാണ് ഉണ്ടായിരുന്നത്. ഇഞ്ചോടിഞ്ച് മത്സരത്തിനൊടുവിൽ നിമിഷ തന്നെ നേടിയെടുത്തു.
ജൂറിയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ പറ്റിയൊക്കെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പ്രകടനത്തിന് ലഭിച്ച അവാർഡുകൾ ഒരുപാട് സന്തോഷം നൽകുന്നവയാണ്. ജൂറി അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ. മികച്ച നടനും നടിക്കുമുള്ള അവാർഡുകൾ നേടിയ വ്യക്തികൾ ചെയ്ത കഥാപാത്രങ്ങൾ വർത്തമാനകാലത്തിൽ ശ്രദ്ധേയമാണ് എന്നതും ഒരു സത്യമാണ്. VP സത്യൻ ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു നായകൻ്റെ ഓർമ്മപ്പെടുത്തൽ. മേരിക്കുട്ടി ഇന്നത്തെ കാലത്തിൻ്റെ മുഖമാണ്, നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതായ മുഖങ്ങൾ. ഹന്ന വർത്തമാനകാലത്തിൻ്റെ പ്രതീക്ഷയാണ്, നീതിയുടെ കാവലാളാണ്. മജീദ് തന്നിലേക്ക് തന്നെയുള്ള ഒരു നോട്ടമാണ്, മനുഷ്യത്വത്തിൻ്റെ സുന്ദരമായ മുഖമാണ്. ടെക്നിക്കൽ വശങ്ങളിലെ അവാർഡുകളെക്കുറിച്ച് പിന്നീട് പറയാം. മികച്ച സിനിമയ്ക്കുള്ള അവാർഡും രണ്ടാമത്തെ സിനിമയ്ക്കുള്ള അവാർഡ് നേടിയ ചിത്രങ്ങൾ വൈകാതെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ അവാർഡ് ജേതാക്കൾക്കും മൺസൂൺ മീഡിയയുടെ ഒരുപാട് സ്നേഹം. വീണ്ടും ആവർത്തിക്കട്ടെ. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ ബൈ.